സൗത്ത് ആഫ്രിക്കയിൽ തിമിംഗലങ്ങളുടെ തീരമെന്നറിയപ്പെടുന്ന ഹെർമാനസ് എന്ന പട്ടണത്തിലാണ് ഞാനിപ്പോൾ. അതിമനോഹരമായ ഒരു പർവ്വതച്ചെരുവിൽ കടൽ തീരത്തെ ക്ലിഫിലുള്ള സുന്ദരമായ നഗരം. ഉച്ചനേരമാണ്. മൊസൽബയിൽ നിന്ന് കേപ്പ് ടൗണിലേക്കുള്ള യാത്രയിൽ പാതി ദൂരം പിന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ലാ പെൻഡോള എന്ന റെസ്റ്റോറന്റിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ 40 പേരുടെ സംഘം. മുകളിലത്തെ നിലയിലാണ് റെസ്റ്റോറന്റിന്റെ പ്രധാന ഭാഗം. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹാൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ സ്ഥാനം പിടിച്ചു. രസകരമായ യാത്രയായിരുന്നു. വലിയ വിശപ്പൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ടീമിനു വേണ്ടി മാത്രം മുകളിലത്തെ ഈ റെസ്റ്റോറന്റ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണമെത്തി. കോണ്ടിനെന്റൽ ലഞ്ചാണെങ്കിലും വ്യത്യസ്തമായ ദക്ഷിണാഫ്രിക്കൻ വിഭവങ്ങൾക്കാണ് പ്രാധാന്യം. വിവിധതരം മത്സ്യവിഭവങ്ങൾ. ഫിഷ് കട്ട്ലറ്റാണ് അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്. മാംസവിഭവങ്ങളുമുണ്ട്. ഒരു 4 കോഴ്സ് ലഞ്ച് തന്നെയായിരുന്നു. എല്ലാവരും അത് ആസ്വദിച്ചു. ഇന്ത്യൻ ഭക്ഷണം തന്നെ വേണമെന്ന് സഞ്ചാരത്തിന്റെ ടീമിലെ യാത്രികർ ആരും നിർബന്ധം പിടിക്കാറില്ല. ചെല്ലുന്ന നാട്ടിലെ വ്യത്യസ്ത വിഭവങ്ങൾ ആസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ലാ പെൻഡോളയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഒരു തിമിംഗലത്തിന്റെ വാല് ശില്പമായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഇത് തിമിംഗലങ്ങളുടെ തീരമാണ്. വെയിൽ വാച്ചിങ് എന്ന ടൂറിസ്റ്റ് ആക്ടിവിറ്റിയിൽ തിമിംഗലങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ടൂറിസം കേന്ദ്രം കൂടിയാണിവിടം. ഒരു ചെറിയ ആംഫി തിയേറ്ററും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത തീരങ്ങളുമെല്ലാമുണ്ട് ഈ ക്ലിഫിൽ. ഒരു നഗരത്തെ എങ്ങനെ ടൂറിസത്തിനു വേണ്ടി ഒരുക്കിയിടാമെന്ന് സൗത്ത് ആഫ്രിക്ക നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തൊരു വൃത്തി, മനോഹാരിത! പ്രകൃതിയുടെ സൗന്ദര്യത്തെ മനുഷ്യർ കുറെ കൂടി പൊലിപ്പിച്ചിരിക്കുന്നു. 1800കളുടെ തുടക്കത്തിൽ ഈ നഗരം രൂപപ്പെട്ടതു മുതൽ ആസൂത്രിതമായി തന്നെയാണ് ഇവിടമെല്ലാം ഒരുക്കിയത്. ഈ ഫുട്പാത്ത് പോലും നോക്കുക, എന്തൊരു ഭംഗിയാണ്! നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടാൽ അവിടെ ആദ്യം വരിക കുറെ തട്ടുകടകളായിരിക്കും. ഇതൊക്കെ വൈകുന്നേരം സജീവമാകുന്ന റെസ്റ്റോറന്റുകളാണ്. സന്ധ്യയാകുന്നതോടെ ഈ പ്രദേശമെല്ലാം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയും. ഹെർമാനസ് മാർക്കറ്റ് സ്ക്വയർ പ്രദേശമാണിത്. അതിനോട് ചേർന്ന് മാർക്കറ്റ് സ്ക്വയർ സ്ട്രീറ്റ്. ഓൾഡ് ഹാർബർ പ്രദേശമായിരുന്നു ഇതൊക്കെ. ഞാൻ ഈ നടക്കുന്ന ഈ പാത മെറൈൻ ഡ്രൈവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്ലിഫുണ്ട്. ക്ലിഫിലിട്ട ചാരുബെഞ്ചിൽ ആളുകൾ കാറ്റുകൊണ്ടിരിക്കുന്നു. ക്ലിഫിന്റെ വക്കിൽ കടൽ പക്ഷികളെയും തിരകളെയും കണ്ടുകൊണ്ടുള്ള ഇരിപ്പ്. നല്ല തണുത്ത കാറ്റ്, ഇളം വെയിൽ, സുഖകരമായ കാലാവസ്ഥ. ഏറ്റവും ഗംഭീരമായ കടൽ തീരങ്ങളിലൊന്നാണ് ഈ ഹെർമാനസ് തീരം. ആരെയും കൊതിപ്പിച്ചു കളയും. പാറക്കെട്ടുകളും അതിലേക്കടിക്കുന്ന തിരകളും ഇളം കാറ്റും നല്ല തണുപ്പും ഇളം വെയിലും. അങ്ങകലെ കാണുന്നത് പർവ്വതമുടികളാണ്. അതിന്റെ താഴ്വാരത്ത് ഹെർമാനസിന്റെ ജനവാസ ഇടങ്ങൾ. ഇളം നീലക്കടൽ, കടൽ പക്ഷികൾ. അത്യാകർഷകമായ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഈ തീരത്തെ വൃത്തികേടാക്കുന്ന ഒന്നുമില്ല. പരസ്യ ബോർഡുകൾ, സ്റ്റിക്കറുകൾ, പോസ്റ്ററുകൾ, ബാനർ, മാലിന്യം ഒന്നുമില്ല. ഞങ്ങൾ മറൈൻ ഡ്രൈവിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഓൾഡ് ഹാർബർ മാർക്കറ്റാണ് ചുവന്ന മേൽക്കൂരയോടുകൂടി ഈ കാണുന്നത്. പണ്ടത്തെ മാർക്കറ്റായിരുന്നു. ഇപ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഓൾഡ് ഹാർബർ ഏരിയയാണ് ഇതൊക്കെ. നഗരത്തിന്റെ ഡൗൺ ടൗൺ എന്ന് പറയാം. ഓൾഡ് ഹാർബർ മാർക്കറ്റ് ഇന്ന് സുവനീർ കടകളും മറ്റുമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പലതരം സുവനീറുകൾ. ആഫ്രിക്കൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് പ്രധാനമായും വിൽക്കുന്നത്. സാധാരണയായി ടൂറിസ്റ്റുകൾ എത്തുന്ന മാർക്കറ്റുകളിൽ ഉള്ളതെല്ലാം ഇവിടെയുമുണ്ട്. കരകൗശല വസ്തുക്കൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, ആഫ്രിക്കൻ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ പലതും. അതിനകത്തുകൂടി കുറച്ചു നേരം ചുറ്റി നടന്നു. എല്ലായിടത്തും തണുത്ത കാറ്റാണ്. മാർക്കറ്റിന് നേരെ എതിർവശത്ത് ഒരു മോണിമെന്റ് ഉണ്ട്. ഒരു യുദ്ധസ്മാരകമാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ഹെർമാനസുകാർക്ക് വേണ്ടിയുള്ള സ്മാരകം. ആ സൈനിക ഉദ്യോഗസ്ഥരുടെ പേരുകളും പദവിയും ഈ ഫലകത്തിലുണ്ട്.
തീരത്തെ സ്ഥാപനങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകൾ ഒരു ഭാഗത്ത്. ഞങ്ങൾ ആ ക്ലിഫിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരു 40 മിനിറ്റ് നേരം ഹെർമാനസിന്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും സമയം കൊടുത്തിട്ടുണ്ട്. സംഘത്തിലുള്ള പലരും പല വഴിക്ക് പോയി. ചിലർക്ക് ഷോപ്പിംഗ് ആണ് ഇഷ്ടം, ചിലർ ഫോട്ടോ എടുത്തു നടക്കുന്നു. ഞാനും ആ തീരം ചേർന്നങ്ങനെ കാഴ്ചകൾ ചിത്രീകരിച്ചു നടന്നു. ചില ജംഗ്ഷനുകളിൽ ആധുനിക ശില്പങ്ങൾ. ഹാർബർ ഹൗസ് എന്ന ഹോട്ടലാണിത്. നിരവധി ഗംഭീര ഹോട്ടലുകളുണ്ട് ഈ പട്ടണത്തിൽ. സ്വിമ്മിംഗ് പൂളും കടലിന്റെ വ്യൂവുമെല്ലാമുള്ള മനോഹരമായ ഹാർബർ ഹൗസ് ഹോട്ടൽ. അതിന്റെ മുന്നിലൂടെ മെറൈൻ ഡ്രൈവിലൂടെ ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. ഈ ഹാർബർ ഹൗസ് ഹോട്ടൽ 1920-ൽ പ്രവർത്തനം തുടങ്ങിയതാണ്. വഴിയെ നടക്കുമ്പോൾ തന്നെ അതിന്റെ സ്വിമ്മിംഗ് പൂൾ കാണാം. ഗംഭീര ആംബിയൻസ് ആണ്. കടൽ കണ്ടുകൊണ്ട് പൂളിൽ കിടക്കാം. ഇവിടെ വെയിൽ ലുക്കൌട്ട് എന്നൊരു ഭാഗമുണ്ട്. ചില സീസണുകളിൽ ഉൾക്കടലിലേക്ക് കയറി വരുന്ന തിമിംഗലങ്ങളെ കാണാൻ ആളുകൾ വന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പല കെട്ടിടങ്ങളും മേഞ്ഞിരിക്കുന്നത് പുല്ലുകൊണ്ടാണ്. ആധുനിക കാലത്ത് അതിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അതിമനോഹരമായ ഈ തീരത്ത് നിന്ന് യാത്ര തുടരാൻ മനസ്സ് വരുന്നില്ല എന്നതാണ് സത്യം. ഞങ്ങളുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് ബസ് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ഹെർമാനസിൽ നിന്നും ലഞ്ചും കഴിച്ച് 1.5 മണിക്കൂറോളം ആ തീരത്ത് ചെലവഴിച്ച സംതൃപ്തിയോടെ, അതിശയത്തോടെ ഞങ്ങൾ കേപ്പ് ടൗൺ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഹെർമാനസ് ഇന്ന് ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരമാണ്. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക്കും കൂടി ചേരുന്ന ഭാഗത്തെ പട്ടണം. ചരിത്രമുള്ള നിർമ്മിതികൾ, തിമിംഗലങ്ങളെ കാണലാണ് ഹെർമാനസിലെ പ്രധാന ടൂറിസം ആക്ടിവിറ്റി. വൈൻ ടേസ്റ്റിംഗ് ടൂറുകൾ, കയാക്കിംഗ്, സർഫിംഗ്, സ്കൂബ ഡൈവിംഗ് എന്നിവയൊക്കെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ ആസ്വദിക്കുന്നു. ഇന്ന് ഈ നഗരം മൊത്തത്തിൽ ടൂറിസത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. പാതയോരത്ത് സർക്കാർ ഓഫീസുകൾ. ഹെർമാനസിലെ മജിസ്ട്രേറ്റിന്റെ ഓഫീസാണ് വലതുവശത്ത് കാണുന്നത്. അതൊക്കെ പിന്നിട്ട് പാറ്റ് കേപ്പ് ടൗൺ ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഹെർമാനസിന്റെ ചരിത്രമാണ്. ഹെർമാനസ് പീറ്റേഴ്സ് എന്ന ഡച്ചുകാരന്റെ പേരിലുള്ള പട്ടണം. 1815-ലാണ് ഹെർമാനസ് ഇവിടെ വരുന്നത്. അതിനു മുൻപ് തന്നെ ധാരാളം ഡച്ചുകാർ ഈ പ്രദേശത്ത് താമസമാക്കിയിരുന്നു. കൃഷിയും മത്സ്യസംസ്കരണവും ഒക്കെയായിരുന്നു അവരുടെ തൊഴിൽ. ഈ മേഖലയിലേക്ക് രണ്ടാമതെത്തിയ ബ്രിട്ടീഷുകാർ താമസിയാതെ സർവ്വമേഖലകളിലും ആധിപത്യം നേടി. സ്കൂളുകളിലെ പഠനമാധ്യമം ഇംഗ്ലീഷ് മാത്രമായി. അക്കാലത്ത് ഡച്ചുകാരെ മാത്രമല്ല, ഇവിടുത്തെ ആഫ്രിക്കക്കാരെയും ഡച്ച് ഭാഷ പഠിപ്പിച്ച് ഡച്ച് സാംസ്കാരികത വളർത്തിയ ആളായിരുന്നു ഹെർമാനസ്. അദ്ദേഹം മരിച്ച് 65 വർഷത്തിനു ശേഷം പട്ടണത്തിലെ പോസ്റ്റ് മാസ്റ്ററാണ് ഈ പ്രദേശത്തിന് ഹെർമാനസ് എന്ന പേരു നൽകിയത്. ഇതൊരു മാളാണ്, വെയിൽ കോസ്റ്റ് വില്ലേജ് മാൾ. കൂറ്റനൊരു മാളാണ്. നല്ല ഉച്ചസമയമാണെങ്കിലും അതിനു മുന്നിൽ ധാരാളം വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. 2012-ൽ പ്രവർത്തനം തുടങ്ങിയതാണ് വെയിൽ കോസ്റ്റ് മാൾ. 96 വമ്പൻ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമൊക്കെ അതിലുണ്ട്. മാൾ പിന്നിട്ട് നീങ്ങുമ്പോൾ പിന്നെയും ചന്തപ്രദേശങ്ങളൊക്കെ കാണാം. നഗരം പിന്നിട്ട് കുറെ ദൂരത്തോളം ജനവാസ ഇടങ്ങളുണ്ട്. 5600 പേരാണ് ഇപ്പോൾ ഈ പട്ടണത്തിൽ വസിക്കുന്നത്. അതിൽ 80% ആളുകളും വെള്ളക്കാരാണ്. ആഫ്രിക്കൻ വംശജരാകട്ടെ 12%ഉള്ളൂ. ഇന്ത്യൻ വംശജരും കളേർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സങ്കരവർഗക്കാരുമൊക്കെയാണ് മറ്റുള്ളവർ. അങ്ങകലെ കടൽ കാണാം. കടൽ തീരം വരെ പരന്നു കിടക്കുകയാണ് ജനവാസ ഇടങ്ങൾ. തീരത്തുകൂടി തന്നെയാണ് ഞങ്ങൾ കുറെ ദൂരം പോകുന്നത്. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ മല കയറിയിറങ്ങണം. ഒരു മലയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള നഗരമാണ് ഹെർമാനസ്. അതിമനോഹരമാണ് ഈ പ്രദേശത്തിന്റെ കാഴ്ച. മലനിരകൾ ഒരു വശത്ത്, മറുവശത്ത് നീലക്കടൽ. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ചെറിയ ഭാഗത്താണ് ഹെർമാനസ് പട്ടണം. വാക്കർ ബേ എന്ന ഉൾക്കടൽ തീരത്തെ ഫലഭൂയിഷ്ഠമായ പ്രദേശമാണിവിടം. മുന്തിരിക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് ഹെർമാനസിലേത്.
അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഇവിടേക്കെത്തിയ ഡച്ചുകാർ മുന്തിരി കൃഷിക്കാരായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ വൈൻ റീജിയൻ എന്നൊരു വിശേഷണം കൂടിയുണ്ട് ഹെർമാനസിന്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കുറച്ചു ദൂരം കൂടി ചെല്ലുമ്പോൾ കൃഷിയിടങ്ങളുടെ കാഴ്ചയിലേക്ക് എത്തുന്നു. ഈ മലഞ്ചെരിവുകളിലെല്ലാം മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ വൈൻ ഉൽപാദനവും നടക്കുന്നുണ്ട്. 2 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തോട്ടങ്ങളാണ് ഇവിടെയുള്ളവയിൽ ഏറെയും. 2ാം ലോകമഹായുദ്ധം അവസാനിച്ച കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ മുന്തിരി കൃഷി യന്ത്രവൽകൃതമാക്കുകയും ചെയ്തു. അങ്ങ് താഴെ തടാകം പോലെ ഒരു ജലാശയം കാണാം. ഒരു ലഗൂണാണ്. ബൊട്രീവിയർ ലഗൂൺ എന്നാണ് അതിന്റെ പേര്. നേരെ മുന്നിലും കാണാം ബൊട്രീവിയർ ലഗൂണിന്റെ ഒരു ഭാഗം. വിവിധ ഇനം പക്ഷികളുടെ വലിയൊരു ആവാസയിടമാണ് ലഗൂണിന്റെ തീരങ്ങൾ. ബൊട്രീവിയർ ലഗൂണിന്റെ 3 വശത്തും മുന്തിരിത്തോട്ടങ്ങളാണ്. മനോഹരമായ ഭൂപ്രകൃതി. നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഹോട്ടൻടോട്ട്സ് ഹോളണ്ട് മൗണ്ടൻ ആണ്. അതിനു കുറുകെ കടന്നു വേണം ഞങ്ങൾക്ക് കേപ്പ് ടൗണിലേക്ക് എത്താൻ. പാറ്റ് വണ്ടി അങ്ങനെ താളത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. രസകരമായ യാത്രയാണ്. ഹെർമാനസിൽ നിന്നും 2 മണിക്കൂർ ഓടണം കേപ്പ് ടൗണിലെത്താൻ. യാത്രയിൽ മുഴുവൻ അതിമനോഹരമായ പ്രകൃതി കാഴ്ചയുണ്ട്. ഞങ്ങൾ ഫോൾസ് ബേ എന്ന് പറയുന്ന ഒരു കടൽ തീരത്തേക്ക് എത്തുകയാണ്. അങ്ങ് താഴെ ഫോൾസ് ബേ എന്ന ഉൾക്കടൽ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് സർ ലോറീസ് പാസ് എന്ന പാതയിലൂടെയാണ്. ഒരു മലമ്പാതയാണിത്. ഹോട്ടൻടോട്ട്സ് ഹോളണ്ട് മൗണ്ടന്റെ തെക്കു പടിഞ്ഞാറേ ചെരുവിലൂടെയുള്ള പാത. പർവ്വതത്തെ മുറിച്ചുകടന്ന് കേപ്പ് ടൗൺ നഗരത്തിലേക്ക് എത്താനുള്ള എൻട്രൻസ് ആണ് ഈ ഭാഗം. സമുദ്രനിരപ്പിൽ നിന്നും 460 മീറ്റർ ഉയരത്തിലുള്ള മലയിറങ്ങി തീരത്തേക്കെത്തണം. താഴേക്കൂടി കാണുന്ന വളഞ്ഞു പുളഞ്ഞ പാത സർ ലോറീസ് പാസിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ ബസ്സും അതിലൂടെ ഇറങ്ങിച്ചെല്ലണം. ഇസഡ് ആകൃതിയിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ലോറീസ് പാസിലൂടെ താഴേക്കിറങ്ങി ബസ് കേപ്പ് ടൗണിന്റെ ഒരു ഭാഗത്തേക്കെത്തി. ഏറ്റവും അറ്റത്തെ കേപ്പ് ടൗൺ ഭാഗം. ഇനി അങ്ങോട്ട് മുഴുവൻ കേപ്പ് ടൗൺ നഗരം തന്നെയാണ്. വിസ്തൃതമായി കിടക്കുന്ന നഗരം. കേപ്പ് ടൗണിലേക്ക് എൻട്രി ചെയ്തിട്ടേയുള്ളൂ. ഇനിയും ഒരു 3/4 മണിക്കൂർ ഓടണം നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്കെത്താൻ. അത്രയും വിസ്തൃതമാണ് കേപ്പ് ടൗൺ. നേരെ മുന്നിൽ ഒരു മല കാണാം. അതാണ് ടേബിൾ മൗണ്ടൻ. ലോകപ്രശസ്തമായ ടേബിൾ മൗണ്ടൻ. ആ പർവ്വതമാണ് കേപ്പ് ടൗണിന് പശ്ചാത്തലമൊരുക്കുന്നത്. ടേബിൾ മൗണ്ടന്റെ മറുവശത്തെത്തണം ഞങ്ങൾക്ക്. മറുവശത്താണ് കേപ്പ് ടൗണിന്റെ പ്രധാന പട്ടണം. അവിടെ എത്തിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടേബിൾ മൗണ്ടന്റെ മുകളിൽ കയറലാണ്. ബസ്സിൽ മലഞ്ചെരുവ് വരെ പോകാം. അത് കഴിഞ്ഞ് കേബിൾ കാറിൽ വേണം മുകളിലേക്ക് പോകാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവിടെ കാലാവസ്ഥ പെട്ടെന്ന് മാറും. ചില സമയത്ത് ശക്തമായ കാറ്റായിരിക്കും. കാറ്റടിക്കുമ്പോൾ കേബിൾ കാർ ഉലയും. അതുകൊണ്ട് സർവീസ് നിർത്തിവെക്കുന്നതും പതിവാണ്. ഈ കാണുന്നത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഈ ഹോസ്പിറ്റലിലാണ്. ഗ്രൂട്ട് ഷൂർ ഹോസ്പിറ്റൽ. ക്രിസ്ത്യൻ ബെർണാഡ് എന്ന ഡോക്ടർ മനുഷ്യ ശരീരത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെച്ചത് ഈ വലതുവശത്ത് കാണുന്ന ഹോസ്പിറ്റലിലാണ്. 1967 അത്. അത് പിന്നിടുന്നതോടുകൂടി ബസ് കേപ്പ് ടൗണിന്റെ പടിഞ്ഞാറേ ഭാഗത്തേക്കെത്തുന്നു. അവിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗം ഉൾക്കടലായി കയറിക്കിടക്കുന്നു. ഡൗൺ ടൗൺ ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കേപ്പ് ടൗൺ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു നഗരം. ഇത് ആഫ്രിക്ക തന്നെയോ എന്ന് നമ്മെ സംശയിപ്പിക്കുന്ന രീതിയിൽ ആസൂത്രിതമായ ഗംഭീരമായൊരു നഗരം. വൃത്തിയും വെടിപ്പും മാസ്മരികതയുമുള്ളൊരു നഗരം. ഇടത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ടേബിൾ മൗണ്ടനാണ്. അതിന് താഴെ ഇവിടെ കുറെ ഭാഗങ്ങൾ തരിശുഭൂമി പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ താമസിയാതെ വിജനഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നഗരഹൃദയത്തിലേക്കെത്തി. 15ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്യന്മാർ കേപ്പ് ടൗണിൽ എത്തിയിരുന്നെങ്കിലും ഇവിടം ഒരു പട്ടണമായി വികസിച്ചത് 17ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ്.
1652 ഡച്ച് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജാൻ വാൻ റീബീക്ക് ആണ് പട്ടണം സ്ഥാപിച്ചത്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ യൂറോപ്യൻ സെറ്റിൽമെന്റായി ഇവിടം മാറി. ഏഷ്യയിലേക്ക് പോകുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിലുള്ളവർക്ക് വേണ്ടി ഒരു റിഫ്രഷ്മെന്റ് സ്റ്റേഷൻ എന്ന നിലയിലാണ് കേപ്പ് ടൗൺ സ്ഥാപിക്കപ്പെട്ടതെന്നതാണ് ചരിത്രം. ഏറ്റവും ആധുനികമായ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഗംഭീരമായ പ്ലാനിങ്ങുമെല്ലാമുള്ള മനോഹരമായ ഒരു സിറ്റിയാണ് ഇന്ന് കേപ്പ് ടൗൺ. ഈ വിധം കേപ്പ് ടൗണിനെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടം ഭരിച്ച വെള്ളക്കാർക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ കയ്യിലിരിപ്പ് കാരണം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നത് വേറെ കാര്യം. 20-ാം നൂറ്റാണ്ടിലാണ് കേപ്പ് ടൗണിന് ഏറ്റവും വളർച്ചയുണ്ടായത്. ഇന്ന് കാണുന്ന വിധം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതും ആധുനികമായ കെട്ടിടങ്ങൾ ഉയർന്നതുമെല്ലാം 1950-കൾക്ക് ശേഷമാണ്. യൂറോപ്പിനും ഇന്ത്യക്കുമിടയിൽ സമുദ്രപാതയിലെ ഇടത്താവളം എന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കേപ്പ് ടൗണിന് പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ സ്വർണ്ണഖനികൾ ജോഹന്നാസ്ബർഗ് നഗരത്തെ പെട്ടെന്ന് വളർത്തിയപ്പോൾ കേപ്പ് ടൗണിന്റെ പ്രാധാന്യം അല്പം മങ്ങി. പിന്നീട് സൗത്ത് ആഫ്രിക്കൻ രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും കേന്ദ്രസ്ഥാനമായി മാറിയതോടെ കേപ്പ് ടൗൺ വീണ്ടും കുതിക്കുകയായിരുന്നു. ഇത് നഗരത്തിന്റെ വടക്കുഭാഗമാണ്. വടക്ക് നിന്ന് തെക്കോട്ടാണ് ഞങ്ങൾ കയറിയെത്തുന്നത്. ഇപ്പോൾ 4 മണിയാകാറായി. അതുകൊണ്ട് ഓഫീസ് വിട്ട് ആളുകൾ പോകുന്നത് കാണാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു പാലം ശ്രദ്ധയിൽപ്പെടുന്നു. പകുതിക്ക് വെച്ച് മുറിച്ചു കളഞ്ഞതുപോലെ ഒരു ഓവർ ബ്രിഡ്ജ്. അതിന്റെ പേര് ബ്രോക്കൺ ബ്രിഡ്ജ് എന്നാണ്. അതിനൊരു ചരിത്രമുണ്ട്. 2 ഭാഗത്തു നിന്നും പണിതു വന്നതാണ് പാലം. അങ്ങനെ പണിതു വന്നപ്പോൾ പരസ്പരം കൂട്ടിമുട്ടാത്ത ലെവലിലായി പോയി. 1970-കളിൽ പണിത പാലമാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ ഏറെ വിമർശനങ്ങൾക്കിടയായ നഗരമാണ് കേപ്പ് ടൗൺ. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാങ്കേതിക രംഗങ്ങളിലെല്ലാം ഒരു പ്രതാപകാലമുണ്ടായിരുന്നു കേപ്പ് ടൗണിന്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ മലകയറ്റത്തിലാണ്. ടേബിൾ മൗണ്ടിന്റെ മുകളിലെത്താൻ വേണ്ടി മലഞ്ചെരിവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിലെ പർവ്വതച്ചെരിവ് വരെ നഗരം അങ്ങനെ പരന്നു കിടക്കുന്നത് കാണാം. ഈ കാണുന്നത് സെന്റ് ബർണബാസ് ആംഗ്ലിക്കൻ ചർച്ചാണ്. കല്ലുകൊണ്ട് പണിത പുരാതന ഭാവത്തോടെ നിലകൊള്ളുന്ന പള്ളി. 1890-കളിൽ സ്ഥാപിതമായ പള്ളിയാണ്. ആദ്യം തടികൊണ്ട് പണിത പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പള്ളിയിലെത്തുന്ന വിശ്വാസി കുടുംബങ്ങൾ 200 കവിഞ്ഞതോടെ 1908-ൽ പഴയ പള്ളി പൊളിച്ചുമാറ്റി പകരം കല്ലുകൊണ്ട് ഒരു വലിയ പള്ളി പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ഉയർന്ന മുതൽ മുടക്ക് മൂലം പണികൾ നീണ്ടുപോയി. ഒടുവിൽ 1952-ലാണ് പള്ളി നിർമ്മാണം പൂർത്തിയായതെന്നതാണ് ചരിത്രം. അകലെ പർവ്വതം കാണാം. ടേബിൾ മൗണ്ടൻ എന്ന പേര് വരാൻ കാരണം അതിന്റെ മുകൾ ഭാഗം പരന്നതാണെന്നതാണ്. അതിന്റെ മുകളിലേക്കാണിനി ഞങ്ങൾക്ക് കയറേണ്ടത്. അടുത്തു ചെല്ലുമ്പോഴേക്കും അതിമനോഹരമായ ഭൂപ്രകൃതിയാണ്. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്ക് എന്ന വലിയൊരു ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഈ പരിസരമൊക്കെ പുൽമേടുകളും മരങ്ങളുമൊക്കെയായി സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും സൗന്ദര്യത്തോടെ ഏതെങ്കിലും ഒരു നഗരം ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല കാലാവസ്ഥ, സുന്ദരമായ ഭൂപ്രകൃതി, ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാം തികഞ്ഞൊരു സ്ഥലമാണ് കേപ്പ് ടൗൺ എന്ന് പറയാം. ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഭരണത്തിലൂടെ കടന്നുപോയ നഗരമാണിത്. 2 കൂട്ടരും നഗര സൗന്ദര്യവൽക്കരണത്തിന് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. ഞങ്ങൾ കടന്നുവന്ന നഗരഭാഗം അങ്ങ് താഴെയായി കഴിഞ്ഞിരിക്കുന്നു. ടേബിൾ മൗണ്ടന്റെ പകുതിയോളം ദൂരം ബസ്സിൽ തന്നെയാണ് പോകുന്നത്. ബാക്കി കുത്തനെ കിടക്കുന്ന പാറക്കെട്ടുകളുടെ മുകളിലേക്കാണ് കേബിൾ കാറിൽ പോവുക. ലയൺസ് ഹെഡ് എന്ന മലയാണ് ഇടതുവശത്ത് കാണുന്നത്. കിടക്കുന്ന സിംഹത്തിന്റെ രൂപമുള്ളതിനാലാണ് മലയ്ക്ക് ആ പേര് വന്നത്. അങ്ങനെ വളഞ്ഞു പുളഞ്ഞ ഗംഭീരമായ പാതയിലൂടെ ബസ് മുന്നോട്ട് പോവുകയാണ്. താഴെ കേപ്പ് ടൗണിലേക്ക് കിടക്കുന്ന ഉൾക്കടൽ. ഉൾക്കടലിന്റെ തീരത്താണ് കേപ്പ് ടൗൺ രൂപം കൊണ്ടത്. അവിടെ ഹാർബർ കാണാം. ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ കാണാം. ഡൗൺ ടൗൺ ഏരിയ ഒരു വശത്ത്. മലയിൽ നിന്നും ഇറങ്ങിച്ചെന്ന് കടൽ തീരത്തടിഞ്ഞുകൂടിയതുപോലെ കെട്ടിടങ്ങൾ. മനോഹരമായ പട്ടണമാണ്. 1/2 കോടിയോളം ജനം വസിക്കുന്ന പട്ടണമാണ് കേപ്പ് ടൗൺ.
ആഫ്രിക്കയിലെ നഗരങ്ങളിൽ ജനസംഖ്യയിൽ 13-ാം സ്ഥാനമാണ് കേപ്പ് ടൗണിന്. ജനസംഖ്യയിൽ 45% കറുത്ത വർഗക്കാരാണ്. കളേർഡ് എന്ന സങ്കര വിഭാഗമാണ് 35%. വെള്ളക്കാർ ഇപ്പോൾ 16%മേ ഉള്ളൂ. അങ്ങനെ ഓടി ബസ് ടേബിൾ മൗണ്ടന്റെ ചെരുവിലേക്കെത്തി. നേരെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ കേബിൾ വേ പുറപ്പെടുന്ന സ്റ്റേഷൻ. അവിടെ നിന്നാണ് ഞങ്ങൾക്കും കേബിൾ കാറിലേക്ക് കയറേണ്ടത്. അവിടെ നിന്ന് മലമുകളിൽ വരെ കേബിൾ കാറുണ്ട്. ഭാഗ്യവശാൽ നല്ല കാലാവസ്ഥയാണ്, സുന്ദരമായ പ്രകൃതി. ഞങ്ങൾ സമയം ഒട്ടും കളയാതെ കേബിൾ കാറിൽ കയറാനായി ആവേശത്തോടെ ബസ്സിൽ പോവുകയാണ്. ഗംഭീരമായ സംവിധാനങ്ങളാണെല്ലാം. ഞാൻ പണ്ട് ഇവിടെ വന്ന് കേബിൾ കാറിൽ പർവ്വതമുകളിലേക്ക് പോയത് ഓർക്കുന്നുണ്ട്. അവിടെ ബസ് നിന്നു. ടേബിൾ മൗണ്ടനിലേക്കാണ് ഇനി സഞ്ചാരം.